ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് എൻ്റെ ക്രിസ്മസ് സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മസാലാസ് വറുത്തെടുക്കാൻ. ആദ്യം ഞാൻ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 6 വറ്റൽമുളക്, ഒരു 5-6 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു ഏലക്ക, 5 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മസാല നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മസാല നന്നായി റോസ്റ്റായി ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റാം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള സോഫ്റ്റ് ആവുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ മസാലയിൽ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവാനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പകുതി വേവാകുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് ലിഡ് ക്ലോസ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് കടുകും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാടൻ വറുത്തരച്ച ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ക്രിസ്മസ് സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.